സ്വന്തം വീട്ടിലൊരു അന്വേഷണം നടത്തി അവിടുന്ന് ആ ക്യാഷ് ആരും മാറ്റിയിട്ടില്ലെന്ന് ഉറപ്പിച്ച ശേഷമാ ശബരി വീണ്ടും ദാസാറിനെ കാണാൻ വന്നത്. രണ്ടു ദിവസം ക്യാഷ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നാണല്ലോ. അതുകൊണ്ട് ശബരി നിന്നെ സംശയിക്കുന്നില്ല. അവനെ തെറ്റൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ വന്ന് ദയുടെ കയ്യിലെ കാശുണ്ടോന്ന് അറിയാൻ രഹസ്യമായി അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിന്നോട് വെട്ടിത്തുറന്ന് പറയുന്നത്. ദേ, നീയാണ് അത് എടുത്തെങ്കിൽ അതേന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി. അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ആ ക്യാഷ് പോലും ശബരി നിന്നോട് ചോദിക്കാൻ പോകുന്നില്ല. എടി, നീ അത് എടുത്തെങ്കിൽ എടുത്തെന്ന് സമ്മതിക്കതേ. ഒരിക്കൽ ശബരിയുടെ വീട്ടിൽ നിന്ന് ക്യാഷ് എടുത്തുകൊണ്ട് പോയ കാര്യം ആരോടും പറയാതിരുന്നതുകൊണ്ടാ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നത്. അത് നീ മറക്കണ്ട. ഒരു ലക്ഷം രൂപയുടെ ഒരു ആവശ്യം നിനക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം മോളെ. കാശ് മോഹിച്ച് നീ അത് ചെയ്യില്ലെന്നും അറിയാം. ശബരിക്കും അവന്റെ വീട്ടുകാർക്കും ചെറിയൊരു പണി കൊടുക്കാന്ന് മാത്രമേ നീ ഉദ്ദേശിച്ചു കാണത്തുള്ളൂ. പക്ഷേ ഇനി അത് തുടർന്നുകൊണ്ട് പോകണ്ട മോളെ. അതെ ദേ, നീ സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് ആരുടെ മുന്നിൽ തോറ്റു പോകുന്നില്ല. സത്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശബരി തോറ്റുപോകും. എടി, അവൻ നിന്റെ ഹസ്ബൻഡല്ലേ. ഹസ്ബൻഡിനെ ജയിപ്പിക്കാൻ വേണ്ടി ചെയ്യാത്തൊരു കുറ്റം സമ്മതിക്കാൻ ചീരുചേച്ചി എന്നെ പറയണം. സ്വന്തം ഭർത്താവിന് വേണ്ടി ചീരുചേച്ചി എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എടി, വിനയന് വേണ്ടിയേ അവള് പല വിട്ടുവീഴ്ചകളും ചെയ്തിട്ടുണ്ട്. അതുപോലല്ലേ ശബരി. നിന്റെ ഭർത്താവ് ഒരു പാവോ. പലപ്പോഴും നിന്റെ മുന്നിൽ തോറ്റു നിന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഒരു തവണയെങ്കിലും ശബരിയുടെ മുമ്പിൽ നിനക്കും തോറ്റു കൊടുക്കാം. ഞാൻ തന്നെയാണ് ആ പണം എടുത്തതെന്ന് നിങ്ങൾ എല്ലാവരും ഉറപ്പിച്ച സ്ഥിതിക്ക് ആ 1 ലക്ഷം അച്ഛനോട് വാങ്ങിച്ച് ഞാനത് ശബരീടിന് തിരിച്ചു കൊടുക്കാം. അതുപോരെ? അതിന് അച്ഛനോട് പണം വാങ്ങി കൊടുക്കുന്നേ. നീ ആ പണം എടുത്തെങ്കിൽ എടുത്തെന്ന് പറഞ്ഞാൽ മതി. എടുത്തില്ലെങ്കിലോ? ഞാനത് എടുത്തില്ലെന്ന് പറഞ്ഞാ നിങ്ങളൊക്കെ അത് വിശ്വസിക്കോ? ഇല്ല. കാരണേ സാഹചര്യ തെളിവ് എനിക്കെതിരാ. ശബരേട്ടന്റെ വീട്ടിൽ വെച്ച് ധനേട്ടൻ ആ പണം എടുത്തില്ലെങ്കില് പിന്നീട് അത് കയ്യിൽ വെച്ച ഞാനല്ലേ പ്രതി. എല്ലാവരും കൂടെ അങ്ങനെ ഒരു വിധിയെഴുത്ത് നടത്തിയ പിന്നെ പണം കൊടുത്ത് പ്രശ്നം ഒതുക്കുന്നത് തന്നെയാ നല്ലത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ എടുത്തില്ലെങ്കിൽ എടുത്തില്ലെന്ന് തെളിയിച്ചു കൊടുത്താ പോരെ. അതിന് നിനക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ നിൽക്കാം. വേണ്ട അനുചേച്ചി, ആരൊക്കെ എന്റെ കൂടെ നിന്നാലും ഇനി എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം എന്നെ സംശയിക്കാനുള്ള ഒരു കുറ്റം ഞാൻ ചെയ്തു പോയി. അതുകൊണ്ട് 1 ലക്ഷം ശബരീട്ടിന് കൊടുക്കാൻ ഞാൻ അച്ഛനോട് പറയാൻ പോവാ. അതോടെ ഈ പ്രശ്നം തീരണം. എടി, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അച്ഛനെ വിളിച്ച് പറയണ്ട. അല്ലെങ്കിൽ തന്നെ ആ മനുഷ്യനെ മകളെ കുറിച്ച് ഓർത്ത് തല പുകഞ്ഞ് ജീവിക്കാം. അപ്പോഴവളുടെ 1 ലക്ഷം. എടി, അല്ലെങ്കിൽ തന്നെ അത്രയും കാശ് നീ ചോദിക്കുമ്പോ എടുത്തു തരാൻ നീ കുറെ അച്ഛന്റെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ടോ? അല്ല, ഞാൻ എന്തിനാ കൊടുക്കുന്നേ? അമ്മയുടെ ഷെയർ ഈ തറവാട്ടിന്ന് കൊടുത്ത 1 കോടി രൂപ അച്ഛന്റെ കയ്യിലുണ്ടല്ലോ. അതിന്ന് 1 ലക്ഷം രൂപ എടുത്തു കൊടുത്താ എന്താ കുഴപ്പം? കുഴപ്പമുണ്ടെടി. നിന്റെ തോന്നിയാസത്തിന് എടുത്ത് ചെലവാക്കാനുള്ളതല്ല ആ പണം. അതിൽ അച്ഛൻ കൈവയ്ക്കുന്നുണ്ടെങ്കിലേ അതെല്ലാ മക്കൾക്കും ഒരുപോലെ പങ്കിട്ട് തരാൻ വേണ്ടി ആയിരിക്കണം. അപ്പൊ അതിന്ന് 25 ലക്ഷം രൂപ എടുത്ത് അച്ഛൻ രഘുവേട്ടൻ ഉണ്ടാക്കി വെച്ച കടം വീട്ടിയതോ? അതുപോലെ ഒരു ആവശ്യം തന്നെയാ ഇതും. രഘുവേട്ടന്റെയും കുടുംബത്തിന്റെ അഭിമാനം രക്ഷിക്കാൻ അച്ഛൻ 25 ലക്ഷം രൂപ ചെലവാക്കാമെങ്കിൽ 1 ലക്ഷം രൂപ എന്റെ മാനം രക്ഷിക്കാനും അച്ഛന് തരാം.